ഹലോ, എല്ലാവർക്കും ബിനൂസ് കിച്ചൺ ഡൈൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നവരാത്രി സ്പെഷ്യൽ സ്വീറ്റ്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഹെൽത്തി നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് സ്വീറ്റ്സാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്ന് ക്യാരറ്റ് ലഡു ആണ്, ഒന്ന് ലയേർഡ് ക്യാരറ്റ് ഫഡ്ജാണ്. അതൊരു ബംഗാളി സ്വീറ്റാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വളരെ എളുപ്പത്തിൽ ക്യാരറ്റും പാലൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ക്യാരറ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാവും അവർക്ക് കഴിക്കാനൊക്കെ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് 2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നാളികേരം ഒരു 1/2 കപ്പ് എടുക്കുന്നുണ്ട്. അത് നമ്മൾ ചിരവിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നാൽ ചെറുതായിട്ട് നല്ല ചെറിയ ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് അതും ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം നമ്മൾ ഇതൊന്ന് വേവണ വരെ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചാലും മതി. നമുക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് വെന്ത് ഉടയണ വരെ നമുക്ക് വേവിക്കാൻ. ഇടയ്ക്കൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതിൻ്റെ ഉള്ളിൽ വേറെ വെള്ളമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വെറ്റി ഇതൊക്കെ ഒന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വെന്ത് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് കൂടുതലും കുറവൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഓൾറെഡി ക്യാരറ്റിനും നാളികേരത്തിനും കുറച്ച് മധുരം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കി വേണം ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂടുതൽ മധുരമായാലും ചിലപ്പോൾ തിന്നുമ്പോൾ മട്ടും വേഗം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മധുരം നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാം പാകത്തിന്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിൽക്ക് മെയ്ഡ് ഒരു ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ മിൽക്ക് മെയ്ഡ് ചേർക്കണ കാരണമാണ് അധികം പഞ്ചസാര ഇടാതിരുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂടുതലും കുറവൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും മിൽക്ക് മെയ്ഡ് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഞാൻ പഞ്ചസാരയുടെ ഒപ്പം ഇട്ട് പൊടിച്ചതായിരുന്നു കേട്ടോ. ഇങ്ങനെ അപ്പോൾ നമ്മൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയുടെ ഒപ്പം ഏലക്ക ഇട്ട് പൊടിക്കുക ചെയ്തത്. അപ്പോൾ 1 ടീസ്പൂണ് ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നമ്മൾ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലഡു റെഡി ആയിട്ട് മിക്സ്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പം അത്യാവശ്യം ചൂടൊരു ഇതാറിയതിന് ശേഷം വേണം നമുക്ക് എടുത്തിട്ട് നമ്മുടെ ലഡു നല്ല അത്യാവശ്യം നമ്മുടെ പാകത്തിനനുസരിച്ച് ചെറിയ വലുതായിട്ടൊക്കെ ഉരുട്ടി നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് നട്ട്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം, ഒന്നല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ മുന്തിരി ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പിസ്തയാണ് വെച്ച് കൊടുക്കുന്നത്. പിസ്ത ഇത് നമുക്ക് താല്പര്യമുള്ളത് ഏതാണെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ പിസ്ത ഉള്ള കാരണമാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ലഡു നമുക്ക് കളർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക, ഫുഡ് കളറൊക്കെ കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് കഴിയുന്നതും കഴിക്കാം. വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ കഴിയുന്നതും നാച്ചുറലായിട്ട് കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ അത് നല്ലത് തന്നെയാണ്, ആരോഗ്യത്തിനൊക്കെ. നമ്മൾ കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് കഴിയുന്നതും നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കഴിയുന്നത് നമ്മൾ കളറുകൾ ആഡ് ചെയ്യാതെ അതിൻ്റേതായ നാച്ചുറൽ കളറിൽ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ലഡു തയ്യാറായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ലഡു ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നവരാത്രി സ്പെഷ്യൽ ലഡു ഒക്കെ തയ്യാറായിട്ടുണ്ട്. ക്യാരറ്റ് വെച്ചിട്ട് ഒരു സ്വീറ്റും കൂടി ഉണ്ടാക്കാം. നമുക്കതൊരു ബംഗാളി സ്വീറ്റാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം.
നമ്മുടെ 1 കപ്പ് ക്യാരറ്റ് നന്നായിട്ട് 1/4 കപ്പ് പാലിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കാം, നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ക്യാരറ്റിലേക്ക് നമുക്ക് 1/4 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമ്മൾ ഏലക്ക പൊടിച്ചതാണ്, ഞാൻ പഞ്ചസാരയിൽ ഇട്ടിട്ടാണ് പൊടിച്ചുള്ളത്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടത് അടി പിടിക്കാണ്ട് ഇതാക്കണം. നമുക്ക് ഒത്തിരി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പറിൽ നമുക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കത് അതിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. നമുക്ക് ഒരു ലെയറും കൂടി തയ്യാറാക്കണം. അപ്പോൾ അതിൽ വരെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കാം. അടുത്ത ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൽ നന്നായി ചൂടായതിന് ശേഷം പാല് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പം തന്നെ നിർത്തിയ നമ്മുടെ പാല് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമുക്ക് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇതെടുക്കാം. നന്നായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ കിട്ടും. ഇതാണ് നമ്മൾ കോട്ടേജ് ചീസ് എന്ന് പറയുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി അടുത്ത ലെയർ ഉണ്ടാക്കുന്നത് സ്വീറ്റിലേക്ക്. ഒരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാലിൻ്റെ നന്നായിട്ട് നല്ലോണം സോഫ്റ്റ് ആവണ വരെ നമ്മൾ കുഴച്ചെടുക്കണം. പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം ഇവിടെ നെയ്യ് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നന്നായി സോഫ്റ്റ് ആക്കി എടുക്കണം. നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് പിസ്ത ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പിസ്ത ഉള്ള കാരണം പിസ്ത ഇട്ട് കൊടുത്താണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് വല്ലാണ്ട് ഡ്രൈ ആക്കണ്ട. അത്യാവശ്യം ഇതൊക്കെ ഒന്ന് ഒരു വിധം ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. അല്ലെങ്കിൽ നമുക്കത് വല്ലാണ്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് റോൾ ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടി പോവുക. അപ്പോൾ അത് അത്യാവശ്യം കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് ചെറിയൊരു വെറ്റായിട്ടാണ് ഇരിക്കുന്നത്, വല്ലാണ്ട് ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ നമുക്കിത് നിർത്തായി. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടതൊന്ന് കറക്റ്റായിട്ട് നമുക്കതിങ്ങനെ ഉരുട്ടിയെടുത്ത് കൊണ്ടുവരണം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത ക്യാരറ്റിൻ്റെ ലെയറിലേക്ക് നമുക്ക് അടുത്ത ലെയർ അതേ ലെങ്ത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ സെറ്റാകാൻ വയ്ക്കാം. അതിങ്ങനെ നന്നായി ടൈറ്റായിട്ട് റോൾ ചെയ്തിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. സ്വീറ്റായ ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ലഡുവും പിന്നെ ബംഗാളി സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണ്. അപ്പോൾ വീട്ടിൽ പാലും പാൽപ്പൊടിയും പിന്നെ ക്യാരറ്റും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്.
അപ്പം ഇതിൽ ഞാൻ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്വീറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.